തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. ദൈവ സ്വഭാവത്തെ അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ഉപമയാണ് മത്തായി 18:23 മുതൽ ഉള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ ദാസരിൽ നിന്നും കണക്ക് കേൾക്കുവാൻ ആഗ്രഹിച്ച രാജാവിനോട് സ്വർഗരാജ്യം സാമ്യപ്പെടുന്നു. അവൻ കണക്ക് കേട്ടു തുടങ്ങിയപ്പോൾ 10,000 കക്രേൻ കടം വാങ്ങിയിരുന്ന ഒരുവനെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. കടം വീട്ടുവാൻ അവന് വകയില്ലായിരുന്നതുകൊണ്ട് അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റ് കടം തീർക്കുവാൻ യജമാനൻ കൽപ്പനയായി. അപ്പോൾ ആ ദാസൻ വീണു വന്നിച്ചുകൊണ്ട്, എന്റെ യജമാനനെ, എനിക്ക് അവധി തരണമേ, ഞാൻ സർവവും തന്ന് തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ആ ദാസന്റെ യജമാനന് അവനോട് ദയ തോന്നി അവനെ വിട്ടയക്കുകയും അവന്റെ കടം ഇളവ് ചെയ്യുകയും ചെയ്തു. ഈ ഭാഗത്ത് നാം കാണുന്നത് തന്നെ നമസ്കരിച്ച് തന്നോട് കേണപേക്ഷിക്കുന്ന ദാസന് മുഴുവൻ കടവും ഇളച്ചു കൊടുക്കുന്ന കരുണയുള്ള യജമാനനെയാണ് ക്രിസ്തു വരച്ചു കാണിക്കുന്നത്. മത്തായി 5:7 നാം ഇപ്രകാരം വായിക്കുന്നു: കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 6:12 ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ 2 തിരുവചനങ്ങളുടെയും അർത്ഥവും അവയുടെ ആഴത്തിലും പരപ്പിലും വ്യക്തമാക്കി ഈ ഉപമയിൽ കൂടി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. കരുണയുള്ള യജമാനന്റെ കൃപ ലഭിച്ച ദാസൻ പക്ഷെ പിന്നീട് തന്റെ കൂട്ടുദാസനോട് കാണിക്കുന്ന അപരാധം കൂടി ഈ ഉപമയിൽ കാണുന്നുണ്ട്. തനിക്ക് വെറും 100 വെള്ളിക്കാശ് മാത്രം കടപ്പെട്ട കൂട്ടുകാരനെ അവൻ തൊണ്ടയ്ക്ക് ഞെക്കി, എന്റെ കടം ഉടൻ തീർക്കുക എന്ന് പറഞ്ഞു. അവൻ, നീ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്ന് കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ ആ ദാസന് മനസ്സിലുണ്ടായില്ല. അവനെ തടവിലാക്കുവാൻ ഏൽപ്പിച്ചു. ആ വിവരങ്ങളെല്ലാം അറിഞ്ഞ യജമാനൻ അത്യന്തം കോപിച്ചു. ദാസനെ വിളിച്ചു വരുത്തി നിർദ്ധയനായ അവനെ കടമൊക്കെയും തീർക്കുവോളം ദണ്ഡിപ്പിക്കേണ്ടതിന് വേണ്ടി ഭൃത്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരുമായ വിശ്വാസികൾ മറ്റുള്ളവരോടുള്ള തങ്ങളുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ക്രൂരതയും പൊരുത്തക്കേടുമാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവകൃപയിൽ വളരുന്നവർ സമസൃഷ്ടികളോട് കരുണയും ദയയും കാണിക്കുന്നവരായിരിക്കുവാൻ ക്രിസ്തു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദികേട് കാണിക്കുന്ന ദാസനെ നിത്യദണ്ഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ന്യായവിധിയും ഇവിടെ വ്യക്തമാക്കുന്നു. മനുഷ്യർ പരസ്പരം തങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിനെ പറ്റി യേശു വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഉപമ ആരംഭിക്കുന്നത് തന്നെ. മത്തായി 18:15 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് യേശു പറയുന്നു. അപ്പോൾ പത്രോസ് കർത്താവിനോട്, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന് ചോദിച്ചു. പത്രോസിന്റെ ചോദ്യത്തിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ബാബിലോണിയൻ തൽമൂദിൽ തെറ്റ് ചെയ്യുന്നവനോട് 3 പ്രാവശ്യം ക്ഷമിക്കുവാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതിനാൽ 3 പ്രാവശ്യം ക്ഷമിക്കുക എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു സുഹൃതമായി യഹൂദന്മാർ കരുതി വന്നു. യേശുവിന്റെ ഔദാര്യം മുൻകൂട്ടി കണ്ട് സ്വതവേ എടുത്തുചാട്ടക്കാരനായ പത്രോസ് അത് 7 വർദ്ധിപ്പിച്ചു. ഗുരുവിന്റെ പ്രശംസ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നു. സെമിറ്റിക് പാരമ്പര്യത്തിൽ 7 പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. പക്ഷേ ക്രിസ്തുവിന്റെ മറുപടി തികച്ചും ആശ്ചര്യജനകമായിരുന്നു. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തികച്ചും സ്തബ്ധരായിപ്പോയി. സ്വർഗരാജ്യത്തിലെ കണക്കുകൾ ഭൂമിയിലുള്ളവർക്ക് ദുർഗ്രാഹ്യവും വിചിത്രവുമായി തോന്നാറുണ്ടല്ലോ. 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും വന്നവർക്ക് രാവിലെ കൃത്യസമയത്ത് വന്നവർക്കൊപ്പം ഒരേ കൂലി കൊടുക്കുന്ന കണക്കാണ് സ്വർഗരാജ്യത്തിൻ്റെത്. 11 മണിക്കൂറിന്റെ അസ്തമന വേളയിൽ പശ്ചാത്താപ വിവശനായി തന്നെ വിളിച്ചപേക്ഷിച്ച കള്ളനെ ഒരു മുൻവിധികളുമില്ലാതെ പർദീസയിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്ന കണക്കാണ് അവിടുത്തേത്. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകുന്ന രഹസ്യങ്ങളാണ് സ്വർഗരാജ്യത്തിൻ്റെത്. 70 വട്ടം എന്ന് കർത്താവ് പറയുന്നത് കൃത്യമായ ഒരു സംഖ്യയെ സൂചിപ്പിച്ചതുകൊണ്ടല്ല, അനന്തമായി ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അളവില്ലാത്ത കാരുണ്യമാണ് യേശു അവിടെ വെളിപ്പെടുത്തുന്നത്. 1-ാം നൂറ്റാണ്ടിലെ തന്നെ തത്വജ്ഞാനിയും ധർമ്മോപദേഷ്ടാവുമായിരുന്ന ഹിരാപോലിസിലെ
എപ്പിക്ടെക്സ് പറയുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. സഹിക്കുക, ക്ഷമിക്കുക എന്നീ 2 വാക്കുകൾ പ്രമാണിച്ചുകൊണ്ട് എല്ലാവരോടും ഇടപെടാൻ ശ്രമിച്ചാൽ അയാൾക്ക് പാപം കൂടാതെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ചിന്തയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, കള്ളന് തുറന്നുകൊടുത്ത പ്രകാരം നിന്റെ കരുണവാതിൽ ഞങ്ങൾക്കും നീ തുറന്നു തരണമേ. ചുങ്കക്കാരന്റെയും പാപിനിയായ സ്ത്രീയുടെയും അനുതാപത്തെ നീ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും നീ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ചു പറഞ്ഞ ശമവോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും നീ പരിഹരിക്കണമേ. ഭയങ്കരമേറിയ കണക്കുപുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കടങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട നീതിയാൽ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യണമേ. നീ കരുണ നിറഞ്ഞവൻ ആകുന്നു. മനസ്സലിവും അനുതാപവും നിനക്ക് സന്തോഷമുളവാക്കുന്നതാണല്ലോ. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങൾ